മക്കളെ, മെഗാമിസ് ആണ്. അപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബിസിനസ് സ്റ്റഡീസിൽ ഓണം എക്സാമിന് വരുന്ന ആ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ മിസ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ 8 മാർക്കിന് വരുന്ന ചോദ്യങ്ങളാണ്. ടോട്ടൽ നമുക്ക് പഠിക്കാനുള്ളത് 5 ചാപ്റ്റേഴ്സ് ആണ്. ഈ 5 ചാപ്റ്റേഴ്സിൽ നിന്ന് എല്ലാ ചാപ്റ്ററിൽ നിന്നും 8 മാർക്കിനുള്ള ചോദ്യം വരാനൊന്നുമില്ല. നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് എന്തില്ല, നമുക്ക് എസ്എ ക്വസ്റ്റ്യൻസ് വരാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ടോപ്പിക് ഇല്ല. ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സിലും എന്തുണ്ട്, നമുക്ക് നമ്മുടെ ഈ ലോങ് എസ്എ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് ഡിസ്കസ് ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഡു യു മീൻ ബൈ മാനേജ്മെന്റ് എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും അറിയാം, ഒരിക്കലും ഇത് മാത്രമായിട്ട് എന്ത് ചെയ്യില്ല, 8 മാർക്കിന് ചോദ്യം വരത്തില്ല. അപ്പൊ എന്താണ്, അതോടൊപ്പം തന്നെ മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസും നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്കറിയാം എന്താണ് മാനേജ്മെന്റ് ഡെഫിനിഷൻ നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ പഠിച്ചാൽ മതി. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ഫീച്ചേഴ്സ് ഓരോന്നായിട്ട് എഴുതുക. ഓക്കെ, അതിനുശേഷം അതിന്റെ ഇമ്പോർട്ടൻസും എഴുതുക. ഇത് നമ്മുടെ 8 മാർക്കിന് ഷുവർ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. കോർഡിനേഷൻ ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസും. എന്താണ് കോർഡിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ഡിഫറെന്റ് യൂണിറ്റുകളെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ കോർഡിനേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിന്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പ്രൊപ്പോണ്ടഡ് ബൈ ഹെൻറി ഫയോൾ. ഹെൻറി ഫയോൾ കൊണ്ടുവന്നിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, 14 പ്രിൻസിപ്പിൾസ് ഉണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ എന്താണ്, ഇതും 8 മാർക്കിന് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓരോ പ്രിൻസിപ്പിളും എന്ത് ചെയ്യാവൂ, സമയം എടുത്ത് നല്ല രീതിയിൽ തന്നെ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ വാരിയസ് സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്. അല്ലെ, നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിലുള്ള ചോദ്യമാണ്. പ്ലാനിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ചോദ്യം തന്നെയാണ് എന്താണ്, നമ്മുടെ പ്ലാനിങ്ങിന്റെ സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സുകളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നത് മുതൽ ലാസ്റ്റ് ഫോളോ അപ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ സ്ട്രക്ചർ ഓഫ് ഓർഗനൈസിങ്. അല്ലെ, നമ്മൾ ഡിവിഷണൽ സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ, ആ സ്ട്രക്ചർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓർഗനൈസിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇനി നമുക്ക് മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഓർഗനൈസിംഗിൽ തന്നെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണ്. എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്നും എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്നും വേണമെങ്കിൽ ചോദിക്കാം. അതും അല്ലെങ്കിൽ എന്താണ്, ഇവ തമ്മിലുള്ള ഡിഫറൻസസും വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, അതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ഓരോ ഇൻഡിവിജ്വൽസും എന്താണ് പെർഫോം ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടും ഉണ്ടാവും. അല്ലെ, അപ്പൊ അവിടെയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും ഒരു സ്കേലാർ ചെയിനിലൂടെ അല്ലെങ്കിൽ എന്താണ് ടോപ്പ് ടു ബോട്ടം ആയിട്ട് സ്കേലാർ ചെയിനിലൂടെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്നുള്ളത് നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെയാണ് എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്നും ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ അത് പഠിക്കണം. അവിടെ എന്താണ് വർക്കേഴ്സിന്റെ ഇടയിൽ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ കോമൺ ഇൻട്രസ്റ്റോ വെച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അവിടുത്തെ വർക്കും കാര്യങ്ങളും എല്ലാം നടന്നു പോകുന്നത്. അല്ലെങ്കിൽ ആ രീതിയിലാണ് അവിടുത്തെ വർക്കിന്റെ കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഫോർമൽ ഓർഗനൈസേഷൻ എന്താണ്, ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഓണം എക്സാമിന് വരാൻ സാധ്യതയുള്ള എസ്എ ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മക്കൾ എന്തായാലും മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവുക കേട്ടോ. അപ്പൊ മക്കളെ, ഓൾ ദി ബെസ്റ്റ്.